ജയിലിൽ നിരാകാരം അനുഷ്ഠിച്ചതിന് ഇറാനിലെ നൊബൈൽ സമ്മാന ജേതാവ് നർഗീസ് മുഹമ്മദിക്ക് 7 കൊല്ലം കൂടി തടവ്. അമേരിക്കയുമായുള്ള സംഘർഷത്തിനിടെ ബംഗറിലേക്ക് മാറിയ ഇറാൻ പരമോന്നത നേതാവ് സൈനിക മേധാവിയുടെ നിർണായക യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന വാർത്തയും വരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ പി ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. ഉറക്കമൊക്കെ നല്ലതായിട്ട് പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പനിയൊക്കെ ലേശം കുറഞ്ഞു. ആ കുട്ടിയിൽ സുഖകരമായ അന്തരീക്ഷം. താങ്ക് യു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, വാർത്തയിലേക്ക് വരാം. എസ്കേൻ, ഇറാനിൽ കാര്യങ്ങൾ വീണ്ടും കൂടുതൽ രൂക്ഷമാവുകയാണ്. അതിന്റെ ഭാഗമായി ഇറാൻ ഭരണകൂടം കൂടുതൽ ശക്തിയായി ആക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഭാഗം തന്നെയാണ് 2023 നൊബേൽ സമ്മാന ജേതാവ്, മനുഷ്യാവകാശ പ്രവർത്തക, ഇറാനിൽ വലിയ തരത്തിൽ ആരാധകരുള്ള നർഗീസ് മുഹമ്മദി എന്ന വനിതാ നേതാവിനെ ജയിലിൽ 7 വർഷം കൂടി കൂടുതൽ ശിക്ഷ നൽകിയിരിക്കുന്നത്. കാരണം പറഞ്ഞിരിക്കുന്നത് ജയിലിൽ നിരാഹാരം അനുഷ്ഠിച്ചു, മറ്റ് ജയിൽവാസികളെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, രാജ്യത്തിന് എതിരെ ഉള്ള നീക്കങ്ങൾക്ക് മുൻതൂക്കം നൽകി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ നർഗീസ് മുഹമ്മദിയെ വീണ്ടും 7 വർഷത്തേക്ക് കൂടി ശിക്ഷിച്ചിരിക്കുന്നത്. അവർ അർബുദ രോഗിയായിരുന്നു. അതിൻ്റെ പേര് ഈ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ അവർക്ക് സർജറി നടന്നതാണ്. 2 ആഴ്ച മാത്രമാണ് അവർക്ക് പുറത്ത് കിടക്കാൻ അവസരം നൽകിയത്. അവരിപ്പോഴും രോഗിയാണ്. പക്ഷെ അവരുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇറാൻ ഭരണകൂടം ആയിരക്കണക്കിന് ആൾക്കാരെ കൊലപ്പെടുത്തുമ്പോഴും വളരെ ശക്തമായ പ്രതിഷേധവുമായി ജയിലിനുള്ളിൽ കഴിയുന്ന നർഗീസ് മുഹമ്മദി എന്ന 53-കാരി ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതിനിടെയാണ് അവർക്ക് 7 വർഷം കൂടി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അവരതുവരെ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല, കാരണം അർബുദ രോഗി കൂടിയാണ്. പക്ഷെ അതൊന്നും അവരുടെ പോരാട്ടത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇറാന്റെ പോരാട്ട വീര്യത്തിന്റെ ഒരു പ്രതീകമായി നർഗീസ് മുഹമ്മദി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിൽ എസ്കേൻ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത, അവിടെ സൈനികരുടെ നിർണായക യോഗം ചേർന്നു. പ്രത്യേകിച്ച് ഫെബ്രുവരി 8 അവർക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. എയർഫോഴ്സിലെ സൈനിക തലത്തിലെ ഉന്നതർ 1980 അവരെ ചേർന്നുകൊണ്ട് 79-80 കാലഘട്ടത്തിൽ ചേർന്നുകൊണ്ട് ഈ ഇസ്ലാമിക ഭരണകൂടം രംഗത്ത് വരാനുള്ള ഏറ്റവും വലിയ പിന്തുണ നൽകിയ ദിവസമായിരുന്നു ഇന്നലെ. ആ സമയത്ത് 37 വർഷമായി 1989 മുതൽ പങ്കെടുക്കുന്നതാണ് ഈ ആയത്തുള്ള ഖമനായി ഈ യോഗത്തിൽ. അപ്പോൾ അതൊരിക്കലും അവർ വിട്ടുപോകാറില്ല. പക്ഷെ ഇത്തവണ അത്ഭുതകരമായിട്ട് അദ്ദേഹം അതിൽ പങ്കെടുക്കാതെ മാറി നിന്നു വാർത്ത വരുന്നു. അപ്പോൾ ഈ വാർത്തകൾ കൂട്ടി വായിക്കുമ്പോൾ ബംഗറിൽ അദ്ദേഹം ഒളിവിലാണ് എന്നതുകൂടി വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്ക ഇറാനെ കയറി ആക്രമിക്കുമോ എന്നുള്ള ഭയം എന്തായാലും ഇറാനുണ്ട്. ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ സൗദി അറേബ്യ അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങൾ ഇറാനെ കയറി ആക്രമിക്കരുത് എന്ന നിലപാടെടുത്തിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി അടിയന്തരമായ മന്ത്രിസഭാ യോഗം വിളിച്ചുകൂട്ടി അദ്ദേഹം അമേരിക്കയിലേക്ക് ട്രംപിനെ കാണാൻ പോവുകയാണ്. യുദ്ധം വേണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചൊക്കെയുള്ള തീരുമാനമുണ്ടാവും. എന്തായാലും ഇറാൻ സംഘർഷത്തിന്റെ നടുവിൽ തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.